യാ അല്ലാ നായനേ യാ അല്ലാ അഹദാനവനെ യാ അല്ലാ സമദാനവനെ യാ അല്ലാ. നമ്മൾ ഈ കേട്ട ഗാനത്തിൻ്റെ സംഗീതം നമുക്ക് വളരെ പരിചയമുള്ള സംഗീതമാണ്. വീരമണിയുടെ സ്വാമിയെ അയ്യപ്പ എന്ന് തുടങ്ങുന്ന ഗാനത്തിൻ്റെ അതേ ഈണം. ഈ വിവാദങ്ങളൊക്കെ ഉണ്ടാകുന്നതിന് എത്രയോ വർഷങ്ങൾക്ക് മുൻപ് ഒരു മുസ്ലിം സൂഫി സംഗീതത്തിൽ നിന്നുമാണ് വീരമണി ഈ പാട്ടുണ്ടാക്കിയത് എന്ന് പറഞ്ഞാൽ നിങ്ങൾ വിശ്വസിക്കുമോ? അതെ, അതാണ് സത്യം. അതായത് സ്വാമി അയ്യപ്പ എന്ന് തുടങ്ങുന്ന ഗാനവും ഒരു പാരഡി ഗാനം തന്നെയാണ്. നമുക്ക് അതിൻ്റെ വിശേഷങ്ങൾ അറിയാം. വീരമണി പാടിയിട്ടുള്ള അയ്യപ്പ ഗാനം, ഈ ഗാനം തന്നെ പാരഡിയാണ് എന്നുള്ളത് ആളുകളെ സംബന്ധിച്ച് ഒരു പുതിയ കാര്യമായിരിക്കും തോന്നുന്നു. കാര്യം അധികം ആളുകൾക്കും അറിയില്ല. ഈ പാട്ടിൻ്റെ ഒരു ഒറിജിൻ എന്ന് പറയുന്നത് മുസ്ലിം സൂഫി ഗാനാണല്ലോ. എങ്ങനെയാണ് ഇതിൻ്റെ ഒരു ഒറിജിൻ വരുന്നത്? അല്ല, ആദ്യം ഈ പാട്ടുകളൊക്കെ പൊതുവെ പാരഡിയായിരിക്കും. നമ്മളതിൻ്റെ അന്വേഷണത്തിലേക്ക് പോയാൽ എല്ലാ പാട്ടുകളും, കാരണം ഇപ്പോൾ മലയാള സിനിമാ ഗാനങ്ങളുടെ ഒരു കാലത്ത്, ഇപ്പോൾ അല്ല, നമ്മുടെ ദേവരാജൻ മാഷിൻ്റെയും ബാബുക്കയുടെയൊക്കെ കാലത്തിന് മുമ്പ് സിനിമയിലെ ഹിന്ദി സിനിമാ ഗാനങ്ങളുടെ പാരഡിയായിരുന്നു മിക്കവാറും മലയാള സിനിമ ഗാനം. പഴയ പാട്ടുകൾ ശ്രദ്ധിച്ചാൽ അറിയാം. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, തമിഴ് പാട്ടുകൾ സ്വയം. ഈ പാട്ട് നമ്മുടെ മനസ്സിൽ അയ്യപ്പ ഗാനമായിട്ട് സ്വാമിയെ അയ്യപ്പ എന്നുള്ള വളരെ പ്രസിദ്ധമായ ഗാനം വീരമണി പാടിയത്. ഇപ്പോൾ ഈ അടുത്താണ് അതിനെക്കുറിച്ചുള്ള ഈ വിവാദങ്ങളാകുമ്പോഴാണ് ഈ അന്വേഷണങ്ങൾ വരിക. അപ്പോൾ അതാണ് ഇപ്പോൾ നമ്മുടെ നാഗൂർ ദർഗയിൽ ഈ ദർഗകൾ, ഇങ്ങനെയുള്ള പുണ്യ ആളുകളുടെ ശവകുടീരം, ഖബർ, അവിടെയൊക്കെ ബന്ധപ്പെട്ട് പാട്ടുകൾക്ക് വലിയൊരു പ്രാധാന്യമുണ്ട്. അജ്മീറിലുണ്ട്, നമ്മുടെ ഇവിടെയൊക്കെ ഉണ്ട്. പക്ഷേ ഇപ്പോൾ കേരളത്തിലത് അത്രത്തോളം പ്രൊമോട്ട് ചെയ്യാറില്ല എന്നേ ഉള്ളൂ. കേരളത്തിന് പുറത്തത് വളരെ വ്യാപകമാണ്. സൂഫി ഗാനങ്ങളുടെ ഒരു പിറവി തന്നെ അതിൻ്റെ സ്വീകാര്യതയ്ക്ക് അതിനൊരു കാരണമുണ്ടായിട്ട്. അപ്പോൾ അതിൽ ഈ നമ്മൾ പോയാൽ തന്നെ അജ്മീറിലും നാഗൂറിലും ഒക്കെ പോയാൽ തന്നെ അവിടെ ഒരു പാട്ടിൻ്റെ സംസ്കാരം നമുക്കുണ്ട്. അപ്പോൾ ഈ ഒരു അന്വേഷണമാണ് ഇങ്ങനെ ഒരു പാട്ട്. അപ്പോൾ അതിൻ്റെ ഒറിജിനൽ കേട്ടാൽ അറിയാം, വളരെ വർഷങ്ങൾക്ക് മുമ്പുള്ള ഒരു ഓഡിയോ ആണ്. ഇപ്പോൾ നാഗൂർ ഹനീഫയൊക്കെ ഉണ്ടാക്കിയ ഒരു പാട്ടിൻ്റെ തരംഗമുണ്ട് ഈ തമിഴ് മാപ്പിളപ്പാട്ടുകളുടെ ഇടയിൽ. അത് മലയാളികൾക്ക് പോലും പ്രസിദ്ധമാണ്. ഇപ്പോൾ തമിഴ് മാപ്പിളപ്പാട്ടുകൾ മറ്റിപ്പോൾ കർണാടക, ഇപ്പോൾ കന്നഡ ഭാഷയിലോ ഇനി തെലുങ്ക് ഭാഷയിലൊക്കെ പാട്ടുണ്ടായിരിക്കാം. പക്ഷേ അതാരും അത്ര ഇതേപോലെ, ഇപ്പോൾ തമിഴും കേരളവും നമ്മുടെ ബന്ധം വേറെ തന്നെയാണല്ലോ. അതുകൊണ്ട് നാഗൂർ ഹനീഫയുടെ പാട്ടുകളൊക്കെ വളരെ പ്രസിദ്ധമാണ്. മലയാളത്തിലെ മാപ്പിളപ്പാട്ട് പോലെ ഇപ്പോൾ ഫാത്തിമ വാന്തമുറി ഉനക്ക് തിരിയുമ, അള്ളാവെ നാൻ നിനയിത്താൻ, ഇരവിനിടം കയ്യേന്തൊങ്കൽ പോലുള്ള പാട്ടുകളൊക്കെ നമ്മുടെ ഹിറ്റ് പാട്ടുകളുടെ കൂട്ടത്തിൽ തന്നെയുള്ള പാട്ടുകളാണ്. അപ്പോൾ എനിക്ക് ഓർമ്മയുണ്ട്, ഞാനൊരു TV റിയാലിറ്റി ഷോയിൽ മാപ്പിളപ്പാട്ട് മത്സരത്തിൽ റിയാലിറ്റി ഷോയിൽ റൗണ്ട് വെച്ചിരുന്നു ഈ തമിഴ് മുസ്ലിം ഗാനങ്ങളെക്കുറിച്ച്. അതിലൊരു 10-15 പാട്ട് വളരെ വെറൈറ്റിയായ പാട്ടുകളൊക്കെ വന്നു, അതുപോലെ സ്വീകരിച്ച് വെച്ചു. അപ്പോൾ അതുകൊണ്ട് ഈ പാട്ടും ഇങ്ങനത്തുള്ളൊരു ഒറിജിനാണെന്ന് കണ്ടെത്തുകയാണ്. അപ്പോൾ നമ്മളൊരു പാട്ടിൻ്റെ ഒറിജിൻ ഏതാണെന്നുള്ള ഒരു അന്വേഷണത്തിൽ ഇങ്ങനെയൊക്കെ തർക്കമുണ്ട്. രസകരമായ ഒരു കാര്യമുണ്ട്. ഇപ്പോൾ ഇതൊക്കെ വിവാദങ്ങളിലേക്ക് രണ്ടാമത് ഞാൻ പോവുകയല്ല. ഇപ്പോൾ സഞ്ചാരി എന്ന സിനിമയിൽ റസൂലെ നിങ്കനിവാലെ, ഈ പാട്ടൊരു പഴയ അറബി ഗാനമാണെന്നുള്ള വാദക്കാരുണ്ട്. അതിൻ്റെ തെളിവുകളൊക്കെ പലരും ഞാൻ കേട്ടിട്ടുണ്ട്, പല നോട്ടുകളും ഞാൻ വായിച്ചിട്ടുണ്ട്, കണ്ടിട്ടുണ്ട്. അപ്പോൾ പാട്ടുകൾ അങ്ങനെയൊക്കെ ഉണ്ട്, ആളുകൾ കേട്ട്. ഒരു സംഗീത സംവിധായകൻ അയാൾ കേൾക്കുന്ന പാട്ടാണ്. അപ്പോൾ അയാൾ കേട്ടുമ്പോൾ ഏതെങ്കിലും തരത്തിൽ ഇത്തരം സ്വാധീനം അവരുടെയൊക്കെ മനസ്സിലുണ്ടാവും. അത് സ്വാഭാവികമായി ഉണ്ടാകുന്ന കാര്യമാണ്. അത് ഇങ്ങനെ ഒറിജിനൽ അതാണെന്നുള്ള അവകാശവാദം ഉന്നയിക്കുമ്പോഴാണ് ഈ പ്രശ്നമുള്ളൂ. നമ്മൾ പറഞ്ഞ പോലെ സംസ്കാരത്തിൽ അല്ലെങ്കിൽ ഒരുമിച്ചുള്ള ജീവിതത്തിൽ കൊടുക്കൽ വാങ്ങലുകൾ അതൊക്കെ തന്നെയാണ് വലിയ അളവിൽ നടന്നിട്ടുണ്ട്. അതിൻ്റെ ഒരു തുടർച്ച തന്നെയാണ് ഈ പാട്ടിലുള്ളത്. അത് പൊതുവെ എല്ലാ പാട്ടിലും അങ്ങനെ തന്നെ ഉണ്ടാവുക. അതൊക്കെ ഞാൻ പറഞ്ഞല്ലോ, ഇത് ഈ പാട്ടൊന്നും ഏതെങ്കിലും ജനവിഭാഗത്തിൻ്റെയോ മതവിഭാഗത്തിൻ്റെയോ കുത്തകയൊന്നുമല്ല, അത് എല്ലാവരുടേതുമാണ്. അപ്പോൾ നമുക്കറിയാമല്ലോ, അതങ്ങനെയാണല്ലോ പാട്ട്. നമുക്ക് ഇഷ്ടപ്പെട്ട ഒരു ഈണത്തിൽ നമ്മൾ പാട്ട് ചെയ്യും. അത് ഇന്ന പാട്ടുമായിട്ട് ബന്ധമുണ്ട് എന്നൊക്കെ നമ്മൾ കണ്ടെത്തി ഉണ്ടാക്കുന്ന കുഴപ്പങ്ങളാണ്. ഈ മിസ്റ്റിക് ഗാനം എന്നുള്ള രൂപത്തിലാണല്ലോ ഇതിനകത്ത് ഏകനേയാ അല്ലാഹ്. ഇതിൻ്റെ റൈറ്ററെയോ അല്ലെങ്കിൽ ട്യൂൺ ചെയ്ത ആളെയൊന്നും അങ്ങനെ ചിലപ്പോൾ കണ്ടെത്തലും പ്രയാസമായിരിക്കും. അല്ല, അങ്ങനെയൊക്കെ അതിനെപ്പറ്റി പറഞ്ഞല്ലോ, ഒരാളെ പേരില്ല, നമ്മുടെ എന്താണ് ഷൺമുഖം എന്ന് പറയുന്ന ആളാണ് ഇത് എഴുതിയത്. പിന്നെ ഇത് ആര് സംഗീതം ചെയ്തൊന്നും നമുക്ക് പെട്ടെന്ന് പറയാൻ പറ്റില്ല. നാടോടിപ്പാട്ട് പോലെ പാടി വരുന്നതാണ്. ചിലപ്പോൾ ഉണ്ടായിരിക്കാം, അപ്പം നമുക്കറിയാത്ത ഉണ്ടായി അങ്ങനെയുള്ള ട്യൂണുകളൊക്കെ ഉണ്ട്. ഞാനിപ്പോൾ ഈ പോപ്പുലറായിട്ട് കേരളത്തിലുള്ള മാപ്പിളപ്പാട്ടുകളുടെ ഇടയിൽ തന്നെ ഈ സംഗീതമാരെന്നൊരു തർക്കമുണ്ട്. നമ്മളിപ്പോൾ പോപ്പുലറായി കഴിയുമ്പോൾ നമ്മൾ ഈ ഗ്രാമഫോൺ റെക്കോർഡിൻ്റെ പേരിൽ സംഗീതം ഇന്നാണെന്ന് നമ്മൾ ധരിക്കുകയാണ്. അപ്പോൾ പണ്ട് കാലത്ത് ഉണ്ടാകുന്നൊരു സിസ്റ്റം ഞാൻ പറഞ്ഞുതരാം. കേരളത്തിലെ പ്രഗത്ഭരായ മാപ്പിളപ്പാട്ടുകാർക്കൊക്കെ ഒരു ഗാനം എന്നുള്ള തരത്തിൽ അവരുടെ ഇപ്പോൾ സിനിമയിൽ പാടാൻ തന്നെ ഒരു എന്താ പറയുക, ഒരു അവസ്ഥയാണ്. ആ അവസ്ഥയ്ക്ക് എത്തുന്ന ആളുകളുടെ ഒരു സ്വപ്നം ആണത്.
അതുപോലെ തന്നെ പാട്ടുകാരുടെ ഒരു വലിയൊരു സ്വപ്നമായിരുന്നു എന്ന് പറഞ്ഞാൽ ഗ്രാമഫോൺ റെക്കോർഡിൽ പാട്ട് പാടുക. അക്കാലത്ത് ഇന്ന് റിയാലിറ്റി ഷോ ടി വി ഒന്നും ഇല്ലാത്ത കാലമാണല്ലോ. ആ കാലത്ത് ഗ്രാമഫോൺ റെക്കോർഡിൽ ഒരാളൊരു പാട്ട് പേര് വെച്ചാൽ അത് വലിയ അയാൾ ഇതിൽ ഈ രംഗത്ത് അറിയപ്പെട്ടു, അല്ലെങ്കിൽ അയാളൊരു പൊസിഷനിലെത്തി എന്നാണ്ട് തെളിവാണ്. അതിൽ ഈ സംഗീതം നിങ്ങൾക്ക് കാണാം, മുത്തു, രാമമൂർത്തി എന്നൊക്കെ കാണാം. സത്യത്തിൽ ഇവരൊന്നും മാപ്പിളപ്പാട്ട് ട്യൂൺ ചെയ്തവരല്ല. നമ്മളവിടെ ഈ റെക്കോർഡ് ചെയ്യുന്ന സമയത്ത് ഇവർ ഒരു പാട്ട് ട്യൂൺ ചെയ്ത് പാരമ്പര്യ ശൈലിയിൽ പോവുകയാണ്. അപ്പോൾ ഓർക്കസ്ട്രേഷന് ചിലപ്പം അന്നത്തെ ചലച്ചിത്രഗാന രംഗത്തെ പ്രഗത്ഭരായ ആളുകൾ ഈ സ്റ്റുഡിയോയിലുണ്ടാവും. ഇപ്പോൾ HMV ആയിരുന്നാലും അങ്ങനെയുള്ള റെക്കോർഡിലൊക്കെ അവർ ചെയ്യും. പക്ഷേ സംഗീതത്തിൻ്റെ ആൾ പേര് വെക്കണം, അപ്പോൾ അവരെ പേര് വെക്കും. സത്യത്തിൽ ഇതിൻ്റെ ഒറിജിനൽ മ്യൂസിക് ആരാണെന്ന് പലപ്പോഴും തർക്കമുള്ള വിഷയമാണ്. അത് ഞാൻ പറഞ്ഞല്ലോ, അതൊക്കെ സ്വാഭാവികമായ കാര്യങ്ങളാണ്. ഈ സ്വാമി അയ്യപ്പ ഈ ഗാനം തന്നെ നമ്മൾ നോക്കുകയാണെങ്കിൽ ഉളുന്തൂർപേട്ട ഷൺമുഖമാണ് ഇത് എഴുതിയത്. എഴുതിയ ആള് മുമ്പ് ഭയങ്കര നിരീശ്വരവാദിയായിരുന്നു എന്നുള്ളത് വായിച്ചത്. ഈ ഗണപതി വിഗ്രഹത്തിൽ ഉൾപ്പെടെ ചെരുപ്പുമാല ഉൾപ്പെടെ ഇട്ട ആള് പിന്നീട് എന്തോ അനുഭവത്തിൽ നിന്ന് അയാൾ വിശ്വാസിയാവുകയും പിന്നീട് ഒരുപാട് ഞാൻ നിങ്ങൾ ഈ പറഞ്ഞ ഈ വിശ്വാസവും കലാകാരന്മാർക്ക് ഇതൊന്നും ഒരു പരിചയം. ഞാനിപ്പോൾ ഈ GP കുഞ്ഞബ്ദുള്ള എന്ന് പറഞ്ഞ നമ്മുടെ ഇപ്പോഴത്തെ ഈ വിവാദമായ പാട്ടിൻ്റെ എഴുത്തുകാരല്ലേ, അയാളോട് എനിക്ക് ഒരു 10-20 വർഷമായിട്ട് ബന്ധമുണ്ട്. ഞാൻ വളരെ മുമ്പ് പരിചയമുള്ള ആളാണ്. അയാളൊരു പ്രത്യേക മനുഷ്യനാണ്. അയാൾ എല്ലാത്തിനെയും ശരിക്കും യഥാർത്ഥ സൂഫിയായി ജീവിക്കുന്ന ആളാണെന്ന് ഞാൻ പറയും. കാര്യം എന്ന് വെച്ചാൽ അയാൾക്ക് കോൺഗ്രസ് രാഷ്ട്രീയമൊക്കെ ഉണ്ട്, അതൊക്കെ ഉണ്ട്. പക്ഷേ അങ്ങനെയൊക്കെ ആണെങ്കിലും അയാൾ എല്ലാവരെയും ഉൾക്കൊള്ളുന്നൊരു മനുഷ്യനാണ്. ഇപ്പോൾ ഇടതുപക്ഷം വലതുപക്ഷം, എനിക്കൊരു രാഷ്ട്രീയമുണ്ട്, നിങ്ങൾക്കൊരു രാഷ്ട്രീയമുണ്ട്, എനിക്കൊരു പക്ഷമുണ്ട്. പക്ഷേ TK ഹംസക്ക അയാളുമായിട്ടൊരു ബന്ധം ഭയങ്കര സുഹൃത്ത് എന്ന് പറഞ്ഞാൽ ഞാൻ അദ്ദേഹത്തിൻ്റെ കൂടെ ഹംസക്കയുടെ വീട്ടിൽ ഒരുപാട് പോയതാണ്. ഈ ജീപ്പിൽ അവർ തമ്മിലുള്ള സൗഹൃദം കണ്ടാൽ നമ്മൾ അത്ഭുതപ്പെടും. അയാൾക്ക് എല്ലാ പാട്ടുകാരും ഇഷ്ടമാണ്, ഒരുപാട് ആളുകളെ സഹായിക്കുന്ന ആളാണ് അയാൾ. ഈ കലാകാരന്മാരൊക്കെ ഇപ്പോൾ ഒരു ഉസ്താദ് മുഹമ്മദ് കുട്ടി അരീക്കോട്, അവരുടെ കുടുംബം, ഒരുപാട് ആളുകളെ പോയിട്ട് ഇപ്പോൾ ചെറിയമുണ്ടം റസാഖ് മൗലവി എന്ന് പറഞ്ഞിട്ടൊരു പ്രസിദ്ധനായ ഒരു പാട്ട് എഴുത്തുകാരുണ്ട്. അയാൾ ഇതേപോലെ സൂഫി ലൈനിൽ ജീവിക്കുന്ന ആളെ പറയും. അയാളൊക്കെ ഇയാളുടെ ബന്ധം കണ്ട് നമുക്ക് അസൂയ തോന്നും. കുട്ടികളെ പോലെയാണ് ഇദ്ദേഹമാരൊക്കെ. അപ്പോൾ ഇയാളെ സംബന്ധിച്ചിടത്തോളം ഇയാൾ പാട്ടിൻ്റെ ലോകത്ത് ഇയാളൊരു പ്രത്യേക സിസ്റ്റത്തിൽ നിന്ന് ജീവിക്കുകയോ അല്ലെങ്കിൽ ഒരു കടുത്ത മതവർഗീയവാദിയോ ഒന്നുമല്ല. അത് GP കുഞ്ഞബ്ദുള്ളക്കാനെ അറിയുന്ന ആളുകൾക്കറിയാം. അയാൾ വേറൊരു ലോകത്ത് ജീവിക്കുന്ന മനുഷ്യനാണ്. എല്ലാ വിഷയങ്ങളെക്കുറിച്ച് പ്രതികരിക്കുന്ന ആളാണ് അയാൾ. ഇപ്പോൾ സാധാരണ ഈ ഭക്തിഗാനവും ഈ കല്യാണപ്പാട്ടൊക്കെ ആണല്ലോ മാപ്പിളപ്പാട്ട് ഉണ്ടാവുക. മൂപ്പര് എഴുതുന്ന പാട്ടുകൾ മീനിനെക്കുറിച്ച്, ഒരു മീൻ മാലയുണ്ട് അദ്ദേഹത്തിന്. ഈ ഉരുൾപൊട്ടലിനെ കുറിച്ച് അദ്ദേഹം പാട്ട് എഴുതി, പ്രളയത്തെക്കുറിച്ച് പാട്ട് എഴുതി. ആ കൂട്ടത്തിൽ ഇയാളിങ്ങനെ ഒരു രാഷ്ട്രീയ വിഷയം, അദ്ദേഹത്തിൻ്റെ രാഷ്ട്രീയ ആശയവും അതാണ്. കടുത്ത കോൺഗ്രസ്സുകാരനാണ്. കടുത്ത കോൺഗ്രസ് എന്നാൽ നല്ല മതേതരവാദിയാണ്, തീർച്ചയായിട്ടും അറിയാം അദ്ദേഹത്തെ. അപ്പോൾ അതുകൊണ്ടൊരു ദേശീയ മുസ്ലിം എന്നൊക്കെ വേണമെങ്കിൽ നമുക്ക് പറയാം. അതുകൊണ്ട് അയാൾ വോട്ട് പോലും ഇതുവരെ ചെയ്തിട്ടില്ല. ഈ കഴിഞ്ഞ ലോക്സഭയിൽ മാത്രം ചെയ്യുന്ന അയാൾ എന്നോട് പറഞ്ഞിട്ടുണ്ട്. അപ്പം അങ്ങനെ രാഷ്ട്രീയക്കാരൻ ചിന്ത ഉണ്ടാവും, പക്ഷേ രാഷ്ട്രീയ പ്രവർത്തകനൊന്നുമല്ല, ഇല്ല എന്നല്ല. അതുകൊണ്ട് അയാൾ ഇത് എഴുതിയത് വിവാദമായതുകൊണ്ട് പ്രശ്നമല്ലാതെ വേറെ തരത്തിൽ അയാൾ ആക്രമിക്കേണ്ട കാര്യമൊന്നുമില്ല. ഈ ഡോക്യുമെന്ററിയിലാണ് ഞാൻ ഈ സംഭവം കാണുന്നത്. എനിക്ക് തോന്നുന്നു സർക്കാർ തന്നെ ഇറക്കിയിട്ടുള്ള ഡോക്യുമെന്ററിയിലാണ്. ആ ഡോക്യുമെന്ററിയിൽ അതിനകത്ത് കൃത്യമായി തന്നെ പറയുന്നുണ്ട്. അതിനകത്ത് ആ പാട്ട് കേൾക്കുമ്പോൾ തന്നെ ഒരു നാടോടി പാട്ടിന്റെ ചില തമിഴ് പാട്ടിന് യഥാർത്ഥ ഒഴുക്കുണ്ട്. തമിഴിൻ്റെ ഈ ഒരു സ്റ്റൈലിലാണ് കൃത്യമായിട്ട് ഈ പാട്ട് വന്നിരിക്കുന്നത്. കൃത്യമായിട്ട് ഈ വീരമണിയുടെ പാട്ട് വന്നിരിക്കുന്നത്. അത് പിന്നെ തമ്മിൽ ശരിക്കും കാലത്ത് തന്നെ വ്യത്യാസം കാണും. ഉണ്ട്. അത് നമ്മൾ റെക്കോർഡിങ് കേട്ടാൽ അറിയാം. നമുക്ക് അതിൻ്റെ അത് ഒറിജിനൽ കേട്ടാൽ അറിയാം. എന്താ ഒരു 2 കാലം നമ്മളുടെ പഴയ ഉപകരണങ്ങൾ അതൊക്കെ കൃത്യമായിട്ടുണ്ട്. ഇപ്പം ഇനി പുതിയ അന്വേഷണങ്ങളിൽ ഇതിലും വരട്ടെ. നമ്മൾ ആ വാദക്കാരനാണ്, അങ്ങനെയൊക്കെയാണ്. അതുകൊണ്ട് ഞാൻ പറഞ്ഞല്ലോ, ഇതൊരു ഒരാളുടെയും കുത്തകയോ ഒരാളുടെ ഒന്നുമല്ല. അങ്ങനെയാണ് ഈ പാട്ടുകളെ മൊത്തത്തിൽ വരുന്നത്. ആരുടെയും എന്താ പറയുക വികാരം പുറപ്പെടേണ്ട യാതൊരു കാര്യമില്ല കലക്കകത്ത് പാട്ടിന്. ഇതൊക്കെ വിവാദം ഉണ്ടാകുമ്പോൾ ഇതിലിപ്പോൾ GP കുഞ്ഞബ്ദുള്ളക്കാണ് രക്ഷപ്പെട്ടത്. കാരണം അയാൾ സ്റ്റാറായി. അതെ. ഞാൻ സുധീഷ് തിരുവണ്ണൂർ എന്ന് പറയുന്ന എൻ്റെ ഒരു സുഹൃത്താണ് ഇത്തരം ഒരു പോസ്റ്റ് ഇട്ടത്. അപ്പം ഒരു മുസ്ലിം പാട്ടിൽ നിന്നാണ് ഒരു ഹിന്ദു ഭക്തി ഗാനം ഉണ്ടെന്ന് നിങ്ങൾ അറിയുമ്പോൾ അതിനകത്ത് നിങ്ങൾക്ക് വലിയ തരത്തിലുള്ള മനസ്സിൽ വേറെ ഒന്നും തോന്നേണ്ടതില്ല, കല ഇങ്ങനെയൊക്കെയാണ് എന്ന് പറഞ്ഞുകൊണ്ടാണ്. ഇതിൻ്റെ ആധികാരികത എന്ന് പറയുന്നതും ഈ പറഞ്ഞ പോലെ കലയിൽ മൗലികത എന്ന് പറയുന്നത് മാത്രം പറഞ്ഞ പോലെ നമുക്ക് അനുകരണ അരിസ്റ്റോട്ടിൽ ഉൾപ്പെടെ പറഞ്ഞ കാര്യങ്ങളൊക്കെ ഉണ്ട്. അങ്ങനെയൊക്കെ തന്നെയാണ് കല ഉണ്ടായിട്ടുള്ളത്. ഏതായാലും നമ്മൾ ഇതൊന്ന് പരിചയപ്പെടുത്തുക. വേറെ ഒന്നുകൂടി ഞാൻ പറഞ്ഞുതരാം. ഈ മലയാളിക്ക് ഈ പാട്ട് എങ്ങനെ സമൂഹത്തിൽ പ്രവർത്തിക്കുന്നതിന് വലിയൊരു പാരമ്പര്യമുണ്ട്. എന്ന് വെച്ചാൽ പ്രത്യേകിച്ച് മലബാറിനൊരു പാരമ്പര്യമുണ്ട്, അവിടെ പറയേണ്ടതുണ്ട്. 1857 ഒന്നാം സ്വാതന്ത്ര്യ സമരം നടക്കുന്നു. അതിൻ്റെ 10 വർഷം മുമ്പ് സ്വാതന്ത്ര്യ സമരത്തെ മലപ്പുറം ജില്ലയിലുണ്ടായ ബ്രിട്ടീഷുകാരും ഒരു ജന്മിയും തമ്മിലുണ്ടായ
ബ്രിട്ടീഷുകാരും ജന്മി ഒരു ഭാഗത്തും നാട്ടുകാർ വേറൊരു ഭാഗത്തും ഉണ്ടായ ഒരു സമരമുണ്ട് ചേറൂർ എന്ന് പറയുന്നൊരു സ്ഥലത്ത്. ആ സമരത്തെക്കുറിച്ച് ഒരു പാട്ട് എഴുതി ചേറൂർ മുഹമ്മദ് കുട്ടി മൊഹീദ്ദീൻ. 1843 ഈ പാട്ട് എന്നത്. 847 നിരോധിച്ചു. എന്ന് പറഞ്ഞാൽ ഒന്നാം സ്വാതന്ത്ര്യ സമരത്തിൻ്റെ 10 വർഷം മുമ്പ് ഒരു പാട്ട് സമൂഹത്തിൽ പ്രശ്നമുണ്ടാക്കിയെന്ന് ബ്രിട്ടീഷുകാർ നിരോധിച്ച മണ്ണാണ് നമ്മുടെ മണ്ണ്. ആ മണ്ണിൽ നിന്നാണ് നമ്മൾ അതുപോലെ കമ്പളത്ത് കോയന്നാർ എഴുതിയ പാട്ട് ബ്രിട്ടീഷുകാർ നിയമനടപടിക്ക് വിധേയമായി. ഇത് ബ്രിട്ടീഷുകാർക്കെതിരെ പാട്ട് എഴുതി. ഒരുപാട് പാട്ട് കൃതികൾ നിരോധിക്കപ്പെട്ട മണ്ണാണിത്. അതിനെക്കുറിച്ചുള്ളൊരു പഠനമൊക്കെ അപ്പോൾ ഒരു രാഷ്ട്രീയ ഗാനം, ഒരു ആക്ഷേപഹാസ്യഗാനം ഇത്രയൊക്കെ ചലനം ഉണ്ടാക്കി നമ്മൾ അത്ഭുതപ്പെടാനൊന്നുമില്ല. ഈ മണ്ണ് ഇപ്പോൾ നാടക പ്രസ്ഥാനങ്ങളും നാടകഗാനങ്ങളും ഒക്കെ ഉണ്ടാക്കിയ നിരോധിക്കപ്പെട്ട പാട്ടുകൾ നാടകങ്ങളൊക്കെ ഉണ്ടായ മണ്ണാണിത്. അതുകൊണ്ട് ഇത് ഈ കാലത്തോട് ഇങ്ങനെ സംബന്ധിച്ചു എന്നുള്ളതാണ്. ഇപ്പോൾ വേടനെക്കുറിച്ചൊക്കെ പറയുമ്പോൾ വേടൻ സംസാരിക്കുന്നത് അതിൻ്റെ ഒക്കെ ഒരു വിഷയം ഓരോ കാലഘട്ടത്തിൽ ഉണ്ടായിട്ടുണ്ട്. അതിൻ്റെ ഒരു സ്വാഭാവികമാണ്. ഇതിപ്പോൾ സോഷ്യൽ മീഡിയ വൈറലാണ് ഇന്നത്തെ ഒരു അവസ്ഥ. അത്രയേ ഉള്ളൂ. ഇതിൽ സ്വാമിയെ അയ്യപ്പ എന്ന് തുടങ്ങുന്ന ഗാനം ഏകനയാള എന്ന് പറയുന്ന ഗാനവുമായുള്ള ഒരു യാത്രയാണ് നമ്മൾ സംസാരിച്ചത്. ഇനി ഇതല്ല പുതിയ ഏതെങ്കിലും വരുന്നുണ്ടെങ്കിൽ വരട്ടെ, അത്തരം ചർച്ചകൾ നടക്കട്ടെ. നമസ്കാരം.